എറണാകുളത്ത് ഫുട്ബോൾ മത്സരത്തിൽ തോൽപ്പിച്ചതിന് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ഞാറക്കൽ മഞ്ഞനക്കാട് സ്വദേശിയായ 10ാം ക്ലാസ്സുകാരനാണ് മർദ്ദനമേറ്റത്. മത്സരത്തിൽ തോറ്റ എതിർ ടീമാണ് ദലിത് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. സൈഫുനിസ അലിയാറുണ്ട് നമുക്കിപ്പം. സൈഫുനിസ, ഇത് എന്ന് നടന്ന സംഭവമാണ്, എന്താണ് അവിടെ നടന്നത്? ഇതെല്ലാം സമൂഹം 7-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഈ ക്രൂരമർദ്ദനം ഉണ്ടാകുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യനാണ് ക്രൂരമർദ്ദനമേറ്റത്. ആദിത്യൻ ഇപ്പോൾ ഞാറക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോഴും ഉള്ളത്. ഈ കുട്ടിക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു 15ഓളം കുട്ടികളാണ് ഈ കുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, മർദ്ദിക്കുന്നത്. കുറേ നേരം ഈ കുട്ടിയെ മർദ്ദിക്കുന്നുണ്ട്. അതിനുശേഷം ഈ സ്പോർട്സ് സെന്ററിന് സമീപത്ത് വെച്ചാണ് ഈ മർദ്ദനമൊക്കെ ഉണ്ടാകുന്നത്. മറ്റൊരു CCTV ദൃശ്യത്തിൽ സ്പോർട്സ് സെന്ററിന്റെ അകത്ത് വെച്ചും മർദ്ദനം നടക്കുന്നുണ്ട്. അതിന്റെ കോറിഡോറിൽ വെച്ച് ഈ കുട്ടികൾ എല്ലാവരും ചേർന്ന് ഈ ആദിത്യനെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. നമ്മൾ ഇവരിൽ നിന്ന് അറിഞ്ഞ വിവരം എന്ന് പറയുന്നത് ഈ എതിർ ടീമിനെ തോൽപ്പിച്ചതിന്റെ വൈരാഗ്യമാണ് ഇവർ വളഞ്ഞിട്ട് മർദ്ദിച്ചത്. ഒപ്പം തന്നെ ഈ ആദിത്യനൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയുടെ പേര് പറയണം, അത് എവിടെയുള്ള അവനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അതിനുശേഷം 4 ബൈക്കിലായാണ് ഇവരെല്ലാവരും എത്തിയത്. അതിനുശേഷം സ്പോർട്സ് സെന്ററിലേക്ക് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഈ മറ്റൊരിടത്തേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നതിനിടെ ഇപ്പോൾ സമീപത്തുള്ള ആളുകളാണ്, ഒരു സ്ത്രീയാണ് ഇടപെട്ട് ഈ കുട്ടിയെ വിടണമെന്ന് പറയുകയും ആദ്യം ഇവർ വിടാൻ തയ്യാറാവുന്നില്ല. അതിനുശേഷം ഇവർ ദേഷ്യപ്പെട്ടതിനെ തുടർന്ന് ഈ മറ്റു കുട്ടികൾ ഈ ആദിത്യനെ വിടുകയുമായിരുന്നു. ക്രൂരമർദ്ദനമാണ് ഏറ്റതെന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഞാറക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ അടക്കം മർദ്ദന വാർത്തയും പിന്നീട് കുട്ടിയുടെ മരണ വാർത്തയും എല്ലാം തന്നെ കേട്ടിരുന്നു. എന്തായാലും ആ രീതിയിൽ സമാനമായ രീതിയിലുള്ള ഒരു മർദ്ദനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മർദ്ദിച്ച കുട്ടികളും പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ വിഷയം. സേതുലക്ഷ്മി.